ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായി ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചു. കേസ് DIG അന്വേഷിക്കുമെന്നും ജയിൽ മേധാവി മീഡിയ വണിനോട് പറഞ്ഞു. അത് ഞാൻ DIG ആണ് അവിടെ അന്വേഷണം ചെയ്തിട്ട് DIG ആണ് നടപടി എടുത്തിട്ടുണ്ട്. ആൻഡ് കണ്ണൂർ I was there and then coordinated everything and now completing the work and DIG is sitting there to conduct the inquiry. ജയിൽ അധികൃതർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അതിന്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. DPO രജീഷ്, APOമാരായ അഖിൽ, സഞ്ജയ്, നൈറ്റ് ഓഫീസർ റിജോ, ഈ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, ഈ നടപടിയിൽ ഒതുങ്ങില്ല കാര്യങ്ങളെന്ന് ഉറപ്പാണല്ലോ. എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക? പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ആ ഡ്യൂട്ടിയിൽ ചുമതലയുണ്ടായിരുന്ന ആളുകൾ എന്ന നിലയിലാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ നടപടിയിൽ ഒതുങ്ങില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ശക്തമായ അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നാണ് ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 4 ഓഫീസർമാർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. DPO രജീഷ്, APOമാരായ അഖിൽ, സഞ്ജയ്, പിന്നെ നൈറ്റ് ഓഫീസറായ റിജോ എന്നിവരെയാണ് ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് ഇയാൾ ജയിലിൽ നിന്ന് ചാടിയതിന് ശേഷം ഏറെ സമയത്തിന് ശേഷമാണ് അത്തരത്തിൽ ജയിൽ ചാടിയ വിവരം ഈ ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയും ചെയ്യുന്നത്. പിന്നീട് പോലീസിനെ അറിയിക്കുന്നതിന് കാലതാമസം ഉണ്ടായി എന്നുള്ളൊരു വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇതുപോലുള്ള ഒരു കുറ്റവാളി അയാൾ രക്ഷപ്പെടുന്നതിനുമുള്ള ടൂൾസ് ഉൾപ്പെടെ അയാളുടെ കൈവശം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇത് ജയിൽ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇരുമ്പ് ഒക്കെ മുറിക്കുന്നതിനുള്ള ആയുധങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. അത്ര അതീവ സുരക്ഷാ ജയിലിലുള്ള കഴിയുന്ന ഒരു കുറ്റവാളിയുടെ കൈവശം അത് എങ്ങനെയാണ് എത്തിയത്? അത് മാത്രമല്ല, ഈ രക്ഷപ്പെടുന്നതിന് മറ്റ് സാധനങ്ങളൊക്കെ ഇയാൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. തുണികളൊക്കെ ഉപയോഗിച്ച് വടമാക്കി ചുറ്റിക്കെട്ടിയാണ് അയാൾ കയറിപ്പോയെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയായ ക്രമീകരണങ്ങൾ ഈ ജയിൽ ചാട്ടത്തിന് മുന്നോടിയായി നടന്നിട്ടുണ്ട്, ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ ആസൂത്രണങ്ങളൊന്നും തിരിച്ചറിയപ്പെടാതെ പോവുകയും അതോടൊപ്പം തന്നെ കളഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് അല്ലെങ്കിൽ അത് വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാതിരുന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അപ്പോൾ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ജയിൽ വകുപ്പ് മേധാവി ഉൾപ്പെടെ തേടിയിട്ടുണ്ട്. വിശദമായി പരിശോധിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അന്വേഷണത്തിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. വീഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയ വീഴ്ചയല്ല, വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. നടപടികൾ എന്ന് പറഞ്ഞാൽ ശിക്ഷാ നടപടികൾ മാത്രമല്ല, ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. നിലവിൽ പല തലങ്ങളിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെയുണ്ട്. കൊടും കുറ്റവാളികളെ താമസിപ്പിക്കാനുള്ള പ്രത്യേക സെല്ലുണ്ട്, അതിന് കൃത്യമായ പാറാവുണ്ട്. അതിന് പുറത്ത് ജയിൽ കോമ്പൗണ്ടിന് പുറത്ത് വരെ പാറാവ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. പക്ഷേ ഇതെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു രക്ഷപ്പെടലാണ്, തടവുചാടലാണ് നടന്നിരിക്കുന്നത്. അതും ഇത്രയും കൊടും കുറ്റവാളിയായ ഒരാളാണ് ഇങ്ങനെ തടവു ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ അന്വേഷണം വേണ്ടിവരും, വലിയ അന്വേഷണം തന്നെ വേണ്ടിവരും, നടപടികൾ സ്വീകരിക്കേണ്ടിയും വരും. സിജോ, ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ജയിൽ അധികൃതർ ഇത് ഏകദേശം 1:30 2 മണിയോട് കൂടിയൊക്കെ ആയിരിക്കാം ഈ CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത്. പക്ഷേ ജയിൽ അധികൃതർ അറിയുന്നത് തന്നെ 5:30 മണിയോട് കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകി ജയിൽ അധികൃതർ ഈ വിവരം അറിയാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ എന്ത് വിശദീകരണമാണ് അവർ നൽകുന്നത്?